ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പോകുന്നത് പുളി വറുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പുളി ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. രാവിലെ അത്യാവശ്യം കുറേ കിട്ടി. അത് നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കറിയിലിടാൻ വേണ്ടിയിട്ട് ഫ്രഷായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതേതായാലും പറക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ കുറച്ചൊക്കെ വീഴുള്ളൂ ഉച്ചയ്ക്കൊക്കെ. അങ്ങനെ രാവിലെ പൊളിച്ചത് അത്യാവശ്യം കനലൊക്കെ ആക്കി പുകയത്ത് വെച്ചിട്ടുണ്ട്. പുകയൊക്കെ കൊള്ളിച്ച് അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴേ ഞങ്ങൾ വെയിലത്തിടാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല കനലുണ്ട്, അതായത് ഇങ്ങനെ ഒരുവിധം വാടിക്കിട്ടും. പിന്നെ ജാതിക്കൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ടിന്നിലൊക്കെ ആക്കി വെക്കില്ലെങ്കിൽ ചെറിയൊരു നനവുണ്ടായാൽ മതി, ഇത് വേഗം കേടാവാനായിട്ട്. അപ്പോൾ അതുപോലെ ടിന്നിലും കവറിലൊക്കെ ആക്കി കെട്ടിന് ഞങ്ങൾ വെക്കൽ. അപ്പോൾ ഇതൊക്കെ ഒന്നെടുത്ത് റെഡിയാക്കി വെക്കുകയായിരുന്നു. കുരു അത്യാവശ്യം ഉണക്കിയതുണ്ടായിരുന്നു. അപ്പോൾ ജാതിപത്രയൊക്കെ അത്യാവശ്യം നല്ല പോലെ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും കടയിലേക്ക് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൂടുതലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം കുരുവൊക്കെ അത്യാവശ്യം നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കിടുങ്ങിയ പരിവായിട്ടുണ്ട് കുരു. അപ്പോൾ അതേതായാലും ജാതിപത്രയൊക്കെ ഒരു കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുരുവും കൂടെ ഒന്നെടുത്ത് കവറിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. കുരു ഞങ്ങൾ കിടുങ്ങിയത് ഇങ്ങനെയാട്ടോ കൊടുക്കൽ, പൊളിച്ച് കൊടുക്കലില്ല. അപ്പോൾ ഇങ്ങനെയായിട്ടാണ് കൊടുക്കൽ. അപ്പോൾ കിടുങ്ങിയതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒരു കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ പുളി ഇപ്പോൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ, അതാണ് പുളി ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഈ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ മീൻ കിടന്ന് ഇനങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനൊക്കെ നിർത്തി. അങ്ങനത്തെ ഈ ചെമ്മീനൊക്കെ നന്നാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും പൊടിയൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടാട്ടോ ഞങ്ങൾ വറുക്കാനായാലും കറിക്കായാലും ഉപയോഗിക്കൽ. അങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനാണിത്. നല്ലപോലെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് മാറ്റി നമുക്കിതിലേക്ക് പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കറി ഉണ്ടാക്കാം. അങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ അത്യാവശ്യം ഒന്ന് മാറ്റി വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്താ നമ്മൾ ഈ ചട്ടിയിൽ തന്നെ പാലൊക്കെ ഒഴിച്ച് അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ കുടപ്പുളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കറി സെറ്റാക്കി എടുക്കാം. അങ്ങനത്തെ ബാക്കി കുറച്ച് ചെറിയ മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഈ മസാല തേച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഊണിന് ചെമ്മീൻ കറിയും അതുപോലെ തന്നെ മീൻ പൊരിച്ചതുമായിരുന്നു ഇന്നത്തെ ഫുഡ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുകയാണ് നമ്മുടെ ഇവിടെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതായത് അപ്പുറത്തെ സൈഡിലുള്ള ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ പോയി വരുമ്പോൾ കുറച്ച് ഞാവൽപ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറേ നാളായി മേടിക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഞാവൽപ്പഴം കണ്ടപ്പോൾ ഏതായാലും മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മുടെ ഈ ചെടി ആകെപ്പാടെ കാട് പിടിച്ചെടുക്കുകയാണ്, അതൊക്കെ ഒന്ന് വെട്ടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇലച്ചെടികളൊക്കെ അത്യാവശ്യം മഴയൊക്കെ പെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, പച്ചപ്പായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ.